നമസ്കാരം. പശ്ചിമേഷ്യൻ സമാധാന ചർച്ചകളിൽ തീരുമാനമെടുക്കാൻ വൈകുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയത്. ചർച്ചയിൽ തീരുമാനമെടുക്കുന്നതിന് ഇനിയും നീട്ടിക്കൊണ്ടുപോയാൽ, അതായത് ചർച്ചയിൽ ഇതുവരെയും തീരുമാനമായിട്ടില്ല, ഇനിയും തീരുമാനമാകാൻ ആ സമയം നീണ്ടുപോയി കഴിഞ്ഞാൽ ഇറാൻ അതിന് വലിയ വില നൽകേണ്ടി വരും എന്നതാണ് ട്രംപിന്റെ താക്കീത്. അതിനിടെ അമേരിക്ക ഇറാൻ ധാരണ അന്തിമമാക്കാൻ ഖത്തർ നയതന്ത്ര സംഘം ടെഹ്റാനിലേക്ക് എത്തിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇറാൻ അമേരിക്ക അന്തിമ ധാരണ ലക്ഷ്യമിട്ടാണ് ഖത്തർ നയതന്ത്ര സംഘം ഇറാന്റെ തലസ്ഥാനത്ത് എത്തിയത്. ഇതിനിടയിലാണ് ഇപ്പോ അമേരിക്കയുടെ അപ്പാഷെ ഹെലികോപ്റ്റർ വീഴ്ത്തിയതിന് പിന്നാലെ അമേരിക്കയും ഇറാനും ഇടയിൽ രൂക്ഷമായ സംഘർഷത്തിന് നേരിയ അഴിവ് വന്ന സാഹചര്യത്തിലായിരുന്നു ഖത്തറിന്റെ ഈ നീക്കമുണ്ടായത്. അതേസമയം അപ്പാഷെ വീഴ്ത്തിയതിന് പിന്നാലെ ഇറാനും അമേരിക്കയും തമ്മിൽ കഴിഞ്ഞ രാത്രിയിലുണ്ടായ രൂക്ഷമായിരുന്ന ഒരു സംഘർഷമുണ്ടായി. അതായത് പശ്ചിമ ഏഷ്യയിലെ US സൈനിക താവളങ്ങൾക്കു നേരെയായിരുന്നു ഇറാന്റെ ആക്രമണം അഴിച്ചുവിട്ടത്. US ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ അധികൃതർ വ്യക്തമാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത്. തുടർച്ചയായ രണ്ടാം ദിവസവുമായിരുന്നു ഇറാന്റെ വിവിധ ഇടങ്ങളിൽ US ആക്രമണം നടത്തിയത്. സംഘർഷത്തെ തുടർന്ന് കുവൈറ്റ് വ്യോമപാത താൽക്കാലികമായി അടച്ചുപൂട്ടി. US വീണ്ടും ആക്രമണം നടത്തിയതിനു പിന്നാലെയായിരുന്നു തന്ത്രപ്രധാനമായ ഹോർമോസ് കടലെടുക്ക് അടയ്ക്കുകയാണ് എന്ന പ്രഖ്യാപനം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എണ്ണക്കപ്പലുകളും വാണിജ്യ കപ്പലുകളും ഉൾപ്പെടെയുള്ള എല്ലാത്തരം ഗതാഗതങ്ങളും അവസാനിപ്പിച്ചതായും ഇറാന്റെ സൈനിക നേതൃത്വം അറിയിച്ചിരുന്നു. ഹോർമോസ് കടലിലൂടെ കടന്നുപോകാൻ ശ്രമിക്കുന്ന കപ്പലുകൾക്ക് നേരെ വെടിവെക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്ന് അമേരിക്കൻ സൈന്യം ഇറാനിലുടനീളം വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയായിരുന്നു ഇറാന്റെ പ്രഖ്യാപനം എത്തിയത്. ഹോർമോസ് കടലടിക്കിന് ചുറ്റും ഏറ്റുമുട്ടലുകളും സ്ഫോടനങ്ങളും നടന്നതായാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തത്. ഇറാനു നേരെ സൈന്യം ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റർ ഹെഗ്സെറ്റ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആക്രമണ പരമ്പര ഒരു രാത്രി കൊണ്ട് അവസാനിപ്പിക്കില്ല എന്ന സൂചനയും അദ്ദേഹം നൽകിയിരുന്നു. സൈനിക നടപടികൾക്കിടയിലും യുഎസുമായി ഒരു കരാറിലെത്താൻ ഇറാൻ ഇപ്പോഴും അവസരമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇറാനിൽ കൂടുതൽ ആക്രമണങ്ങൾ ആരംഭിച്ചതായി US സൈന്യത്തിന്റെ സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിരുന്നു. ഇറാനിലെ ഒന്നിലധികം ലക്ഷ്യസ്ഥാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായും അവർ പറഞ്ഞിരുന്നു. ആക്രമണം നടത്തി എന്ന യുഎസിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ സ്ഫോടന ശബ്ദം കേട്ടതായി ഇറാൻ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തത്. ബന്ദർ അബ്ബാസ്, തെക്കൻ നഗരങ്ങളായ സിരിക്, മിനാബ്, ഹെംഷം ദ്വീപ്, വടക്കൻ നഗരമായ ഗോർഗാൻ എന്നിവിടങ്ങളിലും സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. യുഎസിന്റെ F-16 യുദ്ധവിമാനത്തിന് നേരെയും റവല്യൂഷണറി ഗാർഡ് മിസൈൽ തൊടുത്തുവിട്ടതായും ഇറാൻ സൈന്യം വ്യക്തമാക്കി. എന്തായാലും തന്ത്രപ്രധാനമായ ജലപാത അടച്ചുപൂട്ടിയതായിരുന്നു ഇറാന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഹോർമോസ് കടലിടുക്കിലൂടെ കടന്നു പോകാൻ ശ്രമിച്ച 2 കപ്പലുകളെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ലക്ഷ്യമിടുമായി എന്നാണ് ഇറാന്റെ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും നാൾക്കുനാൾ പശ്ചിമേഷ്യൻ സംഘർഷം വീണ്ടും കൊടുമ്പിരി കൊള്ളുകയാണ്. സമാധാന ചർച്ചകൾ ഇനിയും വൈകുകയാണ് എങ്കിൽ നാശനഷ്ടങ്ങൾ ഇരു രാജ്യങ്ങൾക്കും ഉണ്ടാകുമെന്ന ശക്തമായ മുന്നറിയിപ്പുകളാണ് ഇരു രാജ്യങ്ങളും പരസ്പരം കൈമാറുന്നത്.